ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷും ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്ന് മിസ് എത്തിയിട്ടുള്ളത് 1ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്ലാസ്സുമായിട്ടാണ്. നമുക്കിപ്പോ വാർഷിക പരീക്ഷ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്ക് ഇനി വരുന്ന എക്സാം ഏതാണ്? നമ്മുടെ മാത്സ് അഥവാ ഗണിതം പരീക്ഷയാണ് അല്ലെ. അപ്പൊ മിസ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗണിതം അഥവാ മാത്സ് പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ചോദ്യപേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മുന്നേയും നമ്മൾ മാത്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണാത്ത കൂട്ടുകാരെങ്കിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ആ ക്ലാസ്സുകളൊക്കെ കാണാം. എന്നിട്ട് നന്നായിട്ട് തന്നെ നിങ്ങളുടെ ക്ലാസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക കേട്ടോ. പിന്നെ ഒത്തിരി കൂട്ടുകാരായിട്ട് നമ്മളത് ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ടീച്ചറെ നമ്മുടെ ആപ്പിൽ അഡ്മിഷൻ എടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ആയിട്ട് മിസ് ഇവിടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന നമ്പറിൽ മക്കൾ കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ക്ലാസ്സിന്റെ ഒക്കെ ഡീറ്റെയിൽസ് വഴിയാ മിസ് പറയുന്നതാണ്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തിലോട്ട് പോയാലോ? എന്റെ മക്കളെ എല്ലാവരും റെഡി ആണല്ലോ? ഓക്കെ മക്കളെ, നമ്മുടെ ആദ്യത്തെ ഒരു പ്രവർത്തനം വരുന്നത് ടോയ് കാർ അഥവാ കളിവണ്ടി എന്ന പ്രവർത്തനമാണ്. അപ്പൊ മക്കൾക്ക് അറിയാലോ, മാത്സ് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്കാണ് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് വരിക. മലയാളം മീഡിയത്തിലുള്ള കൂട്ടുകാർക്ക് മലയാളത്തിലാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ മിസ് രണ്ടിലും ക്വസ്റ്റ്യൻസ് പറയാൻ മക്കളെ എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ മക്കളെ, എന്താണ് നമ്മുടെ ആക്ടിവിറ്റിയുടെ പേര്? ടോയ് കാർ എന്നതാണ് അല്ലെ, കളിവണ്ടി എന്നതാണ്. നോക്കിക്കേ മക്കളെ, നമുക്ക് അവിടെ ഒരുപാട് കളിവണ്ടികളുടെ പേരുകളും അതുപോലെ തന്നെ അവയുടെയൊക്കെ വിലയും നമുക്ക് തന്നിട്ടുണ്ട്, പ്രൈസും നമുക്ക് തന്നിട്ടുണ്ട്. നോക്കിക്കേ, തീവണ്ടിയിലെ ട്രെയിൻ എത്രയാണ്? 55 റുപ്പീസ് ആണ്, 55 രൂപയാണ്. ലോറി 41 റുപ്പീസ് ആണ്, 41 രൂപയാണ്. വിമാനം 80 റുപ്പീസ് ആണ്, 80 രൂപയാണ്. കാറിന് 30 രൂപയാണ്, 30 റുപ്പീസ്. ഓട്ടോ 16 റുപ്പീസ് അല്ലെ, 16 രൂപയാണ്. ഇങ്ങനെയാണ് ഓരോ വാഹനങ്ങളുടെയും വില നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റൈറ്റ് ദി പ്രൈസസ് ഓഫ് ദി വെഹിക്കിൾസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. അതായത് നമുക്ക് അവിടെ തന്നിട്ടുള്ള വാഹനങ്ങളുടെ വില ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മിസ് പറഞ്ഞല്ലോ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ എക്സാമിന് നമുക്ക് ഇതുപോലുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എന്താ നമ്മളോട് പറഞ്ഞത്? സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണല്ലേ, ചെറുതിൽ നിന്ന് വലുതിലേക്കാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നിട്ടുള്ളതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് മക്കളെ? ഏറ്റവും ചെറിയ നമ്പർ ഏതാണ്? 16 ആണ് അല്ലെ. അപ്പൊ 16 ആണ് ആദ്യം എഴുതേണ്ടത്. അത് എഴുതാം മക്കൾ. എന്ത് ചെയ്യും, എക്സാം എഴുതുന്ന സമയത്ത് മിസ് എപ്പോഴും പറയുന്നതാണ്, ഇങ്ങനെ ചെറുതിൽ നിന്ന് വലുതിലേക്കോ വലുതിൽ നിന്ന് ചെറുതിലേക്കൊക്കെ കണ്ടെത്താൻ പറയുന്ന സമയത്ത് ആദ്യം ചെറിയ സംഖ്യ അല്ലെങ്കിൽ വലിയ സംഖ്യ കണ്ടെത്തിയതിനു ശേഷം നിങ്ങൾ അത് എഴുതി കഴിഞ്ഞാൽ നമ്പർ എന്ത് ചെയ്യുക, ഒന്ന് വെട്ടിക്കളയാം. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് മിസ് അത് പറയുന്നത്. അപ്പൊ 16 നമ്മൾ എഴുതി, അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് 13 ഉണ്ട്, 30 ഉണ്ട്, 55 ഉണ്ട്, 41 ഉണ്ട്, 80 ഉണ്ട്. അതിലേതാ മക്കളെ പിന്നെ ഉള്ളതിൽ ചെറുത്? 30 ആണ്, നമ്മൾ 30 എഴുതി. പിന്നെ 55, 41, 80 ആണുള്ളത് അല്ലെ. അതിൽ ചെറുത് ഏതാണ്? 41 ആണ്, 41 നമ്മൾ എഴുതി, അത് വെട്ടിക്കളഞ്ഞു. പിന്നെ 55ഉം 88ഉം ആണുള്ളത്, 55ഉം 80ഉം ആണുള്ളത്. അതിൽ ചെറുത് 55 ആണ്, അത് എഴുതി, നമ്മൾ വെട്ടിക്കളഞ്ഞു. ലാസ്റ്റ് ഏതാണ്? 80 ആണ്. ഓക്കെ, അപ്പൊ 16, 30, 41, 55, 80 അല്ലെ. 16, 30, 41, 55, 80. ഈ രീതിയിലാണ് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അഥവാ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അവിടെ തന്നിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാൻ പറ്റുന്നത്. അപ്പൊ പറഞ്ഞത് മനസ്സിലായ മക്കളെ? ഇതുപോലുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പൊ മക്കൾ ഇത് ഓർക്കുക, നിങ്ങൾ ഏത് നമ്പർ ആണോ എഴുതിയത് അതിനുശേഷം എന്ത് ചെയ്യുക, അത് വെട്ടിക്കളയാം, അല്ലെങ്കിൽ എന്തെങ്കിലും സർക്കിൾ ചെയ്ത് വെക്കുക, എന്തെങ്കിലും മാർക്ക് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മച്ച് മണി ഈസ് നീഡഡ് ടു ബൈ ദി ട്രെയിൻ ആൻഡ് കാർ? അതായത് തീവണ്ടി, കാർ എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ നൽകണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ ചോദ്യത്തില് തീവണ്ടിയുടെ എണ്ണം, തീവണ്ടിയുടെ പ്രൈസ് തന്നിട്ടില്ല മക്കളെ, തീവണ്ടി തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അടുത്ത് കാറല്ലേ ചോദിച്ചിട്ടുള്ളത്, കാറിന്റെയും തന്നിട്ടുണ്ട്. അപ്പൊ തീവണ്ടിക്ക് നമുക്കറിയാം എത്രയാണ്? 55 റുപ്പീസ് ആണ്. കാറിന് എത്ര രൂപയാണ് മക്കളെ? 30 രൂപയാണ്. അപ്പം രണ്ടിനും കൂടി ഒന്നിച്ചല്ലേ ചോദിച്ചത് മക്കളെ, എന്നിവ വാങ്ങാൻ ആകെ എത്ര രൂപ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ആകെ എത്ര രൂപ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ടോട്ടൽ കാണാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? രണ്ടും തമ്മിൽ ആഡ് ചെയ്യാണ് വേണ്ടത്. അതായത് 55 പ്ലസ് 30 ചെയ്യണം. 55 കൂട്ടണം 30 ചെയ്യാം. അപ്പൊ ഇങ്ങനെ എഴുതി കൂട്ടി പഠിച്ച ആൾക്കാരുണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ പറയാം മക്കളെ? 55ലോട്ട് 30 അല്ലേ ആഡ് ചെയ്യേണ്ടത്. അതായത് 3 പ്രാവശ്യം നമ്മൾ 10 ആഡ് ചെയ്യണം അല്ലെ. 55ലോട്ട് 10 ആഡ് ചെയ്താൽ 65, 65ലോട്ട് 10 ആഡ് ചെയ്താൽ 75, 75ലോട്ട് 10 ആഡ് ചെയ്താൽ 85.
അങ്ങനെ ആഡ് ചെയ്യുന്ന കൂട്ടുകാർക്ക് അങ്ങനെ ആഡ് ചെയ്യാം. ഇനി ഇങ്ങനെ എഴുതി ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. നമുക്ക് ഇങ്ങനെ എഴുതി ചെയ്ത് നോക്കാം. 5 കൂട്ടറ 0 എത്രയാ മക്കളെ? 5 + 0 5. ഇനി 5 + 3 എത്രയാ മക്കളെ? 5 കൂട്ടറ 3 8 അപ്പൊ എത്രയാണ്? 85 85. അതായത് തീവണ്ടിയും കാറും കൂടി മേടിക്കാൻ ടോട്ടൽ എത്ര രൂപയായി? 85 rupees 85 രൂപ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഈസ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ടോയ്? അതായത് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഏതാ മക്കളെ തന്നിട്ടുള്ളതിൽ ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം ഏതാണ്? ഇവിടെ തന്നിട്ടുള്ള ഏറ്റവും വലിയ നമ്പർ ആയിരിക്കില്ലേ ആ ഒരു നമ്പറുള്ള കളിപ്പാട്ടം ഏതാ? അതായിരിക്കില്ലേ ഏറ്റവും വിലയുള്ള കളിപ്പാട്ടം? ഇവിടെ നമുക്കറിയാം തന്നിട്ടുള്ളതിൽ 80 ആണ് ഏറ്റവും വലിയ സംഖ്യ. അതായത് വിമാനത്തിനാണ് എന്ത് മക്കളെ ഏറ്റവും കൂടുതൽ പൈസ അല്ലെ. അപ്പൊ ഏതാണ് ഏറ്റവും വില കൂടിയ കളിപ്പാട്ടം? ഏതാണ്? വിമാനമാണ്. ക്ലിയർ? എയ്റോപ്ലെയിൻ. ഓക്കെ. നെക്സ്റ്റ് 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ ഏതൊക്കെ നാണയങ്ങളും നോട്ടുകളും ഉപയോഗിക്കാം എന്നാണ് ചോദിച്ചത്. വിച്ച് കോയിൻസ് ആൻഡ് നോട്ട്സ് ക്യാൻ ബി യൂസ്ഡ് ടു ബൈ ദി ഓട്ടോ ദാറ്റ് കോസ്റ്റ് 60 rupees? 16 രൂപ വിലയുള്ള, ശ്രദ്ധിക്കണേ, 16 രൂപ വിലയുള്ള ഓട്ടോ വാങ്ങാൻ ഏതൊക്കെ നോട്ടുകളും നാണയങ്ങളും. അപ്പൊ നമുക്ക് താഴെ കുറച്ച് നോട്ടുകളുടെയും നാണയങ്ങളുടെയും ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതൊക്കെ നോട്ട് കൊടുത്താലാണ് 16 രൂപയാകുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ മക്കളെ, 1 രൂപയുടെയും 2 രൂപയുടെയും നാണയങ്ങളുണ്ട്. 5 രൂപ, 10 രൂപ, 20 രൂപയുടെ നോട്ടുകളുണ്ട്. അപ്പൊ 16 രൂപയാണെങ്കിൽ നമുക്ക് ഏതൊക്കെ കൊടുക്കണം? ഒരു 10 രൂപയും പിന്നെയോ ഒരു 5 രൂപയുടെ നോട്ടും. അപ്പൊ 10 ഉം 5 ഉം 15 ആയില്ലേ. പിന്നെ ഒരു 1 രൂപ നാണയവും കൊടുത്താൽ ടോട്ടൽ എത്രയായി? 16 rupees ആയില്ലേ. 16 രൂപ. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ചെയ്യാം കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. മിസ് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ ആപ്പിലായിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ സ്റ്റഡി മെറ്റീരിയലുകളും ക്വിസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഓൺലൈൻ ട്യൂഷന് വെറും നിങ്ങൾക്ക് മാസം 100 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ മക്കൾ ആ ഒരു നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തിടുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ട്യൂഷൻ ക്ലാസ്സുകൾ മാത്രമല്ല, നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ, അതായത് ഇംഗ്ലീഷ് ഗ്രാമറും ഇംഗ്ലീഷ് വായനയും എഴുത്തും സംസാരവും ഈസി ആവാനായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മുടെ വെക്കേഷനിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ വെക്കേഷനിൽ ഒരു ഏപ്രിൽ പകുതിയൊക്കെ ആവുന്നതോട് കൂടി തന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുക, കൂട്ടുകാർ ഫസ്റ്റ് ക്ലാസ്സുകളൊന്നും മിസ് ആവാതിരിക്കാൻ ഇപ്പം തന്നെ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ ഒക്കെ എടുത്ത് വെക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എഴുത്തിലും വായനയ്ക്കൊക്കെ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർ, ഇംഗ്ലീഷും മലയാളം മാത്സ് ഒക്കെ കുറച്ച് പ്രയാസം നേടുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്ക് നമ്മൾ വെക്കേഷനിൽ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഉറപ്പിക്കാനായിട്ട് ഒരു പ്രത്യേക കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അവർക്കും താല്പര്യം ഉണ്ടെങ്കിൽ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതൊരു കോഴ്സ് ആണെങ്കിലും മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് നമ്മൾ ഫ്രീ ആയിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലെറ്റ്സ് മേക്ക് ഗ്രൂപ്പ്സ്, അതായത് കൂട്ടങ്ങളാക്കാം എന്നതാണ് നമ്മുടെ അടുത്തൊരു പ്രവർത്തനം വരുന്നത്. നോക്കിക്കേ മക്കളെ, അവിടെ നമ്മുടെ ഋതികയുണ്ട്, അതുപോലെ തന്നെ മീക്കുട്ടിയുണ്ട്, പിന്നെ രാജിയുണ്ട് അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യാണ് മക്കളെ? നോക്കിക്കേ, അവിടെ പൂക്കളും റിബണും ബലൂണും ഒക്കെ വെച്ചിട്ട് അലങ്കരിക്കാനായിട്ട് പോവാണ്. അപ്പൊ പൂക്കൾ എത്രയാണുള്ളത് മക്കളെ? 20 എണ്ണമാണുള്ളത്. റിബണും 20 എണ്ണാണ്, ബലൂണും 20 എണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് 20 പൂക്കളെ നമുക്ക് 2 രീതിയിൽ ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റുക? അതുപോലെ തന്നെ റിബണ് ഏതൊക്കെ രീതിയിലാണ് 20 ആവുന്ന രീതിയിൽ വെക്കാനായിട്ട് പറ്റുക? അതുപോലെ തന്നെ ബലൂണുകൾ 2 സൈഡിലായിട്ട് എങ്ങനെയാണ് വെക്കാനായിട്ട് പറ്റുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ പൂക്കളും റിബണും ബലൂണും ഒക്കെ നമുക്ക് എന്തെങ്കിലും 2 ഭാഗത്തായിട്ട് വെക്കണം. അപ്പൊ ഏതൊക്കെ രീതിയിൽ വെക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് 20ന്റെ കൂട്ടങ്ങൾ ആക്കുക, അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യന്. ഓക്കെ. അപ്പൊ പൂക്കള് 20 ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ? ഒരു സൈഡിൽ 10ഉം ഒരു സൈഡിൽ 10ഉം വെക്കാം. 10 20 ആണല്ലേ നമുക്കറിയാം. ഇനി റിബൺ ആണ് അല്ലെ. റിബൺ നമുക്ക് എങ്ങനെ വെക്കാം മക്കളെ? നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡിൽ 15 വെക്കാം, ഒരു സൈഡിൽ 5 വെക്കാം അല്ലെ. 15ഉം 5ഉം എത്രയാണ്? 20 ആണ്. 20ന്റെ കൂട്ടങ്ങൾ എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഓക്കെ. ഇനി അത് ബലൂൺ നമുക്ക് എങ്ങനെ വെക്കാം മക്കളെ? പറഞ്ഞ എങ്ങനെ വെക്കാം? നമുക്ക് ഒരു സൈഡിൽ 9ഉം ഒരു സൈഡിൽ 11ഉം അല്ലെ. 9ഉം 11ഉം എത്രയാണ്? 20 ആണ് അല്ലെ. ഇനി നമുക്ക് വേണമെങ്കിൽ 1ഉം 19ഉം എത്രയാണ്? 20 ആണ്. അങ്ങനെ വേണമെങ്കിൽ വെക്കാം. 5ഉം 15ഉം എത്രയാണ്? 20 ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. 20ന്റെ കൂട്ടങ്ങളായാൽ മാത്രം മതി. പലതും മനസ്സിലായിട്ടുണ്ടല്ല മക്കളെ? അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് അല്ലെ. അതായത് 10ഉം 10ഉം 20 ആണെന്ന് മക്കൾക്ക് അറിയാം. 15ഉം 5ഉം 20 ആണെന്നുള്ളത് മക്കൾക്ക് അറിയാം. പിന്നെ അതുപോലെ തന്നെ 11ഉം
9ഉം 20 അതുപോലെ തന്നെ 19ഉം 1ഉം 20 കാര്യമൊക്കെ മക്കൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ളത് ഏതാണോ അത് മക്കൾ ആദ്യം ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. മിനു ഈസ് ഗിവൺ ഹാഫ് ഓഫ് 18 ഫ്ലവേഴ്സ്. ഹൗ മെനി ഫ്ലവേഴ്സ് ഡസ് മീനു ഗെറ്റ്? അതായത് 18 പൂക്കളിൽ പകുതി എണ്ണം മീനുവിന് കൊടുത്തു. മീനുവിന് കിട്ടിയത് എത്രയാണെന്നാ പറഞ്ഞത്. അപ്പൊ 18 അല്ലേ ഉള്ളത് മക്കളെ? 18ന്റെ പകുതി എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന് നേരെ തുല്യ 2 ഭാഗങ്ങളാകണല്ലോ. അപ്പൊ എത്രയാണ് മക്കളെ? നമുക്കറിയാം 9ഉം 9ഉം ചേർന്നാലാണ് 18. അപ്പൊ എത്രയാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക? 9 എണ്ണാണ് കിട്ടിയിട്ടുണ്ടായിരിക്കുക. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ചോദ്യത്തിലോട്ട് പോവാം. പിക്ചേഴ്സ് എന്നതാണ് നമ്മുടെ അടുത്ത പ്രവർത്തനം വരുന്നത്. അതായത് ചിത്രങ്ങൾ എന്നുള്ളത് ഒന്നല്ല മക്കളെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് അവിടെ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അല്ലെ. കുറെ ഫ്ലവേഴ്സ് ഉണ്ട്, ബട്ടർഫ്ലൈസ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റാർസ് ഒക്കെ ഉണ്ട് അല്ലെ. പൂക്കളും പൂമ്പാറ്റകളും നക്ഷത്രങ്ങളും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഓരോന്നും എത്ര എണ്ണം വീതമാണ് ഉള്ളത് എന്നത് കൗണ്ട് ചെയ്തിട്ട് എഴുതാനാണ്. നോക്കിക്കേ മക്കളെ, ആദ്യം നമുക്ക് ബട്ടർഫ്ലൈസ് പൂമ്പാറ്റകൾ നോക്കാം. മക്കൾ എല്ലാവരും എണ്ണ കേട്ടോ. 1 2 3 4 5 6 7. അപ്പൊ എത്ര ബട്ടർഫ്ലൈസ് ആണുള്ളത്? 7. 7 എണ്ണമാണുള്ളത്. 7. പിന്നെ അടുത്ത ഫ്ലവേഴ്സ് ആണ്, പൂക്കളാണ്. എണ്ണിക്ക മക്കളെ. 1 2 3 4 5 6 7 8 9 10 11 12. അപ്പൊ എത്ര ഫ്ലവേഴ്സ് ഉണ്ട്? 12 ഫ്ലവേഴ്സ്. 12 പൂക്കളുണ്ട്. ഇനി അടുത്ത നക്ഷത്രങ്ങളാണ്. എണ്ണിക്കോ മക്കളെ. 1 2 3 4 5 6 7 8 9. എത്രയാണ്? 9 സ്റ്റാർസ് ഉണ്ട്. 9 നക്ഷത്രങ്ങളുണ്ട്. അപ്പം പൂമ്പാറ്റകൾ 7 എണ്ണം എന്നും പൂക്കൾ 12 എണ്ണം എന്നുള്ളതും നക്ഷത്രങ്ങൾ 9 എണ്ണം എന്നുള്ളതും നമുക്ക് കിട്ടി. ഈസി അല്ല മക്കളെ കൗണ്ട് ചെയ്ത് എഴുതാനായിട്ട്? ഓക്കെ, ഇനി അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ദി നമ്പർ ഓഫ് പിക്ചേഴ്സ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ്. ഇത് നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ചിത്രങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ മക്കളെ, നമുക്ക് 7 12 9 എന്നാണ് കിട്ടിയിട്ടുള്ളത് അല്ലെ. 7 12 9 എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഇവയെ ചെറുതിൽ നിന്ന് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ആണ് എഴുതേണ്ടത് അല്ലെ. അപ്പം ഏറ്റവും ചെറുത് ഏതാണ്? നമുക്കറിയാം 7 ആണ്. പിന്നെ 9 ആണ്. ലാസ്റ്റ് ഏത് വരും? 12 വരും. മനസ്സിലായോ മക്കളെ? 7 9 12. ക്ലിയർ? ഈസി ആണല്ലോ മക്കളെ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഹൗ മെനി മോർ ഫ്ലവേഴ്സ് ആർ ദർ ദാൻ സ്റ്റാർസ്? അതായത് നക്ഷത്രങ്ങളുടെ എണ്ണത്തെക്കാൾ എത്ര പൂക്കളാണ് കൂടുതലായുള്ളത്? അപ്പൊ നമുക്ക് നക്ഷത്രങ്ങളുടെ എണ്ണവും അറിയണം, നമ്മുടെ പൂക്കളുടെ എണ്ണവും അറിയണം അല്ലെ. നക്ഷത്രങ്ങൾ എത്രയാണുള്ളത് മക്കളെ? നക്ഷത്രങ്ങള് 9 ആണുള്ളത്. പൂക്കളാണെങ്കിൽ 12 ആണുള്ളത്. അപ്പൊ നമ്മൾ ചോദിച്ചതാണ് നക്ഷത്രത്തെക്കാൾ എത്ര കൂടുതലാണ് പൂക്കള് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ 9 കഴിഞ്ഞിട്ട് കൗണ്ട് ചെയ്ത മക്കളെ. 10 11 12. എത്രയാണ് കൂടുതൽ? 3. 3 അല്ലേ കൂടുതലുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ മക്കളെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ലുക്ക് അറ്റ് ദി പിക്ചർ drawn by ഫഹദ്. റൈറ്റ് ദി നമ്പേഴ്സ് ഇൻ ഓർഡർ ആൻഡ് കംപ്ലീറ്റ്. അതായത് ഫഹദ് വരച്ച ചിത്രം നോക്കൂ, സംഖ്യകൾ ക്രമത്തിൽ എഴുതി പൂർത്തിയാക്കൂ എന്നാണ് പറയുന്നത്. ഒരു പാറ്റേൺ ആണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, നമ്പർ പാറ്റേൺ. ഇത് നമ്മുടെ എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കിക്കാം മക്കളെ. 12 14 16 12 14 16. ഇവിടെ നമുക്കറിയാം +2, അതായത് 2 വിധം കൂടിയാണ് വരുന്നത് അല്ലെ. 12ലേക്ക് 2 ചേർത്തപ്പാണ് എന്തായിട്ടുള്ളത്? 14 ആയിട്ടുള്ളത്. 14ലോട്ട് വീണ്ടും 2 ചേർത്തപ്പാണ് 16 ആയിട്ടുള്ളത്. അപ്പൊ 16ലോട്ട് വീണ്ടും 2 ചേർത്താൽ എത്രയാ മക്കളെ? എത്രയാണ്? 17 18 വരും. എത്ര വരും? 18 വരും. 18ലോട്ട് 2 ചേർത്താൽ 19 20 വരും. 20ലേക്ക് 2 ചേർത്താൽ 21 22 വരും. 22ലോട്ട് 2 ചേർത്താൽ 23 24 വരും. പറഞ്ഞത് മനസ്സിലായ മക്കളെ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ഇങ്ങനത്തെ 2 ഡിഫറൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ 5 ഡിഫറൻസിൽ വരുന്നത് കേട്ടോ. 5 10 15 20 25 ഇങ്ങനെ നമുക്ക് 5 ഡിഫറൻസിൽ വരാറുണ്ട്. അതുപോലെ തന്നെ 3 6 9 12 15 ഇങ്ങനെ 3 ഡിഫറൻസിലും വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ട്? അപ്പൊ അത് 3 മക്കളെ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം.
അത് പറയുന്നതിന് മുന്നേറ്റ് മിസ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. മന്ത്ലി വെറും ചെറിയൊരു ഫീസ് മാത്രമാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വെക്കേഷനിൽ തന്നെ നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള, അതായത് ഇംഗ്ലീഷും മലയാളമൊക്കെ വായിക്കാൻ കുറച്ച് പ്രയാസമുള്ള കൂട്ടുകാർക്കുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നമ്മൾ വെക്കേഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരും ആ ക്ലാസ്സുകളൊന്നും മിസ്സാക്കേണ്ട, വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അത് കുറച്ച് നോക്കിക്കുക മക്കളെ, കംപ്ലീറ്റ് ദി ടേബിൾ, പട്ടിക പൂർത്തിയാക്കൂ എന്നാണ് പറഞ്ഞത്. നമ്മൾ മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. മൈനസ് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. നോക്കിക്കുക മക്കളെ, അവിടെ നമുക്ക് താഴെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ കൂട്ടുകാരികളായ ഋതികയ്ക്കും മിനിക്കുട്ടിക്കും ആമനയ്ക്കും രാജിക്കും സുമേഷിനൊക്കെ ഒരുപാട് മിഠായി കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടിയ മിഠായികളുടെ എണ്ണമാണ് ഫസ്റ്റ് കോളത്തിൽ തന്നത്. അവരെന്ത് ചെയ്തു, കിട്ടിയ പാടെ നമ്മുടെ കയ്യിൽ മിഠായി കിട്ടിയ നമ്മൾ അതും വെച്ച് അങ്ങനെ ഇരിക്കുക മക്കളെ, ഇല്ല, നമ്മൾ വേഗം എന്ത് ചെയ്യും, അതൊന്ന് കുറച്ചൊക്കെ എടുത്ത് കഴിക്കൂല. അപ്പൊ അവര് കിട്ടിയ പാടെ കുറെ മിഠായി കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവര് കഴിച്ച മിഠായികളാണ് ഈ കോളത്തിൽ കിട്ടിയിട്ടുള്ളത്. പിന്നെ ബാക്കി വന്നത് എന്ത് ചെയ്തു, അവര് വീട്ടിലുള്ള അനിയനും അനിയത്തിക്കും ചേച്ചിക്കും കൊടുക്കാനായിട്ട് അവര് വീട്ടിലോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ വീട്ടിൽ കൊണ്ടുപോയ മിഠായി എത്രയാ എന്നാണ് നമ്മളടുത്ത് ഇവിടെ കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് കിട്ടിയ മിഠായിയുടെ എണ്ണം അറിയാം, നമ്മൾ കടിച്ച മിഠായിയുടെ എണ്ണം അറിയാം. ബാക്കി മിഠായി കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയ മിഠായിൽ നിന്ന് കഴിച്ച മിഠായിയെ നമ്മൾ മൈനസ് ചെയ്യണം, കുറയ്ക്കല്ലേ വേണ്ടത്. അപ്പൊ ആദ്യം നോക്കിക്കാൻ മക്കളെ, ഋതികയ്ക്ക് 15 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, 5 എണ്ണം കഴിച്ചു. ബാക്കി എത്രയാ മക്കളെ പറഞ്ഞേ, 15 - 5 10. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കിക്കുക മക്കളെ, മിനിക്കുട്ടിക്ക് 20 എണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു, 12 എണ്ണം അവള് കഴിച്ചു. ബാക്കി എത്രയാ മക്കളെ, എത്രയുണ്ടാവുക, 8 എണ്ണാണുള്ളത്. എങ്ങനെയാ നമ്മൾ കണ്ടെത്തുക, നമുക്കറിയാലോ, മൈനസ് ചെയ്യാനായിട്ട് ചെറിയ സംഖ്യയെ കൗണ്ട് ചെയ്തിട്ട് എണ്ണിയിട്ട് വലിയ സംഖ്യയിലോട്ട് എത്തിക്കുക. നോക്കിക്കേ, ചെറിയ സംഖ്യ 12 ആണ്, 13, 14, 15, 16, 17, 18, 19, 20. ഇനി എത്ര ലൈൻസ് ആണുള്ളത് നോക്കിക്കേ, 1, 2, 3, 4, 5, 6, 7, 8. പറഞ്ഞത് മനസ്സിലായോ? 8 നമുക്ക് ആൻസർ കിട്ടിയില്ലേ. 20 - 12 എത്ര നമുക്ക് കിട്ടും, 8 എന്ന ആൻസർ കിട്ടും. ഇനി അടുത്ത നോക്കിക്കുക മക്കളെ, 25 - 14 ആണ്. 25 കുറയ്ക്കണം 14 ആണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്താൽ മതി, 14 എണ്ണീട്ട് 25 എത്തിക്കുക. ഇനി അതല്ല ഇങ്ങനെ മൈനസ് ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഇങ്ങനെ മൈനസ് ചെയ്തോളൂ. 5ൽ നിന്ന് 4 കുറച്ചാൽ 1 ആണ്, 2ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാ മക്കളെ, 1 ആണ്. അപ്പൊ എത്രയാണ്, 11 എന്ന് കിട്ടും. അങ്ങനെ മൈനസ് ചെയ്യാൻ അറിയുന്നവർ അങ്ങനെ ചെയ്യുക. കൂട്ടുകാർക്ക് ഈസി ആയിട്ടുള്ള വേ ഏതാണോ അതിനനുസരിച്ച് ചെയ്യുന്നതായിരിക്കും നന്നായിരിക്കും കേട്ടോ. ഇനി അടുത്തത് 15 - 9 ആണ് ചെയ്യേണ്ടത്. 15ൽ നിന്ന് 9 കുറയ്ക്കണം. അപ്പൊ 9 കഴിഞ്ഞ് എണ്ണിക്കുക മക്കളെ, 10, 11, 12, 13, 14, 15. അപ്പൊ എത്രയാണ്, 6 ആണ് വരിക. മനസ്സിലായോ? അടുത്തത് 10 മിഠായി കിട്ടി, സുമേഷിന് 10 മിഠായി കിട്ടി, 10 എണ്ണം അവൻ കഴിച്ചു. 10 മിഠായി കിട്ടിയതിൽ 10 എണ്ണവും കഴിച്ചാൽ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കും മക്കളെ, ഒന്നും ഉണ്ടായിരിക്കില്ല. അപ്പൊ എത്രയാണ് നമുക്ക് കിട്ടുക, 0. പറഞ്ഞത് മനസ്സിലായോ? അപ്പൊ ഇതുപോലുള്ള ചോദ്യം നമുക്ക് വരും, ഇങ്ങനെ മൈനസ് ചെയ്യാനായിട്ടുള്ള. അപ്പൊ മൈനസ് ഒക്കെ ചെയ്ത് മക്കള് പഠിക്കാട്ടോ. വലിയ സംഖ്യകൾ മൈനസ് ചെയ്യാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനും ഒക്കെ മക്കള് പഠിച്ചിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മുടെ എക്സാമിന് ചോദിക്കാൻ സാധ്യത ഏറെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. അപ്പൊ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് തന്നെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഇതുപോലെ തന്നെ നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ ക്ലാസ്സുകളൊക്കെ കാണാം. അതുപോലെ തന്നെ മറ്റ് സബ്ജക്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എല്ലാം നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയിട്ടുണ്ടല്ലോ. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ പെട്ടെന്ന് വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.